ഹലോ, അസ്സലാമു അലൈക്കും, നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ട കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി എഗ് ഫിംഗേഴ്സ് ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയാണത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കൂടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ നിന്ന് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് വെക്കുക. ഇനി അങ്ങോട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മിസ്സാവാതെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് അവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 4 മുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഓരോ മുട്ടയും നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം. 4 മുട്ടയും ഈ ഒരു ബൗളിൽ ഞാൻ പൊട്ടിച്ചൊഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ഈ ഒരു സമയം ചേർത്തിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പ് കൂടാതെ പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ. പിന്നെ നമ്മൾ ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂണോളം നമ്മുടെ കുരുമുളകിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ എരിവ് എങ്ങനെയാണോ അതിനനുസരിച്ചിട്ടുള്ള ചേർത്തിട്ട് കൊടുക്കാം. പിന്നെ ഞാനൊരു 1/4 ടീസ്പൂണോളം നമ്മുടെ റെഡ് ചില്ലി ക്രഷ് ചെയ്താണ്, അതായത് നമ്മുടെ വറ്റൽമുളകില്ലേ അതൊന്ന് ചതച്ചെടുത്താണ്, അതുകൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു 2 നുള്ള് നമ്മുടെ ഗരം മസാല പൗഡർ കൂടെ ചേർക്കുന്നുണ്ട്. ഗരം മസാല പൗഡർ ഒരുപാടൊന്നും വേണ്ട കേട്ടോ, ഒരു 1-2 നുള്ളു മാത്രം മതി. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ട് ഒരു ഇത്തിരി വെജിറ്റബിൾസ് കൂടെ വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതവിടെ ഒരു വലിയ സവാളയുടെ പകുതി ഇവിടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അതുപോലെ ഒരു ചെറിയ ക്യാപ്സിക്കത്തിൻ്റെ പകുതി, ഒരു ഇത്തിരി ക്യാരറ്റും, ഇത്രയാണ് ഞാൻ എടുക്കുന്നത്. അത് വളരെ ചെറുതായിട്ട് പൊടിയായിട്ട് തന്നെ അരിഞ്ഞിട്ട് എടുക്കണം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ സ്നാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുക. എന്നതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്തിട്ട് കൊടുക്കുക. ഇതിലേക്ക് ഞാനിതാ കുറച്ച് മല്ലിയില കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഒരു ഗ്ലാസ് ബൗളാണ് എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ടൈപ്പ് പാത്രം എടുക്കാം കേട്ടോ, റൗണ്ട് ഷേപ്പിലുള്ളതോ എങ്ങനെയുള്ളതോ എടുക്കാം. അതിനകത്തൊന്ന് ഓയിൽ നമ്മളൊന്ന് ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുകയൊന്നും ചെയ്യാം. നല്ല പോലെ എല്ലാ ഭാഗത്തും ആക്കിയിട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റീം ചെയ്ത് കഴിയുമ്പം അതിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കിയിട്ടുള്ള എഗ്ഗിൻ്റെ ഒരു ബാറ്റർ ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരു അലുമിനിയം റാപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് കൊടുക്കണം. നമ്മൾ സ്റ്റീം ചെയ്യുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒട്ടും തന്നെ വെള്ളം വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ സ്റ്റീം ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിതവിടെ സ്റ്റീമറിൽ വെള്ളം വെച്ച് നല്ലപോലെ തിളപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഇപ്പോൾ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ഈ ഒരു ബൗൾ ഇത് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മളൊരു ചെറിയ തീൻ്റെയും മീഡിയം തീൻ്റെയും ഇടയിൽ വെച്ചിട്ട് ഒരു 15 മിനിറ്റാണ് നമ്മൾ സ്റ്റീം ചെയ്യേണ്ടത്. അപ്പോൾ തീ നിങ്ങൾ ശ്രദ്ധിക്കുക, ഒരുപാട് ഹൈ ഫ്ലെയിമിലൊന്നും ഇടണ്ട കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിൻ്റെ ഉള്ളിലാക്കിയിട്ട് വെച്ചാൽ മതി. ഒരു 15 മിനിറ്റ് മതിയാകും. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് കുറച്ച് കാര്യങ്ങളൂടെ ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു സ്നാക്ക് നമുക്ക് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാറ്റർ ഉണ്ടാക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് ഒരു ബൗളിലേക്ക് ഒരു 1 ടേബിൾ സ്പൂണോളം നമ്മുടെ മൈദ എടുത്തിട്ടുണ്ട്. മൈദക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മുടെ ഗോതമ്പിൻ്റെ പൊടി എടുക്കാം കേട്ടോ. പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കൂടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 നുള്ളു കുരുമുളകിൻ്റെ പൊടി ചേർക്കുന്നുണ്ട്. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അതിൽ കൂടുതലായിട്ട് ചേർക്കാം. എന്നിട്ട് നമ്മളൊരു 1/4 കപ്പോളം വെള്ളം ചേർത്തിട്ട് നല്ല പോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഒട്ടും തന്നെ കട്ട കെട്ടാതെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. പിന്നെ വെള്ളം ഒരുപാട് കൂടരുത് കേട്ടോ. നമ്മൾ റെഡിയാക്കി വരുന്ന ആ ഒരു എഗ്ഗ് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 2-3 ടേബിൾ സ്പൂണോളം മതിയാകും. അത് കുറേശ്ശെ ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് ആവശ്യാനുസരണം ചേർത്തിട്ട് കൊടുക്കാം. ഒരു 1/4 കപ്പ് തന്നെ മതിയാകും. അപ്പോൾ ഞാനിത് ഒട്ടും തന്നെ കട്ടയില്ലാതെ ഇതിവിടെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഭാഗത്ത് മാറ്റി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് കൂടെ വേണം. അതുകൂടെ ഞാനിവിടെ ഓൾറെഡി ഇതവിടെ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും നമ്മളൊന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. നമ്മുടെ ആ ഒരു എഗ്ഗ് സ്റ്റീമായി വരുന്ന സമയം കൊണ്ട് ഇത് രണ്ടും കൂടെ ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കാം. പിന്നെ നമുക്ക് നമ്മുടെ എഗ്ഗ് സ്റ്റീം ചെയ്യാൻ വെച്ചത് എന്തായിട്ടുണ്ട് എന്നുള്ളത് നോക്കാം. ഒരു 15 മിനിറ്റ് ഇപ്പോൾ കഴിഞ്ഞ് ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ല ചൂടിലാണ് ഇത് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പം നമ്മൾ ആ ചേർത്തിട്ടുള്ളതെല്ലാം കൂടെ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതിൽ നിന്നും പുറത്തെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് ഫ്ലിപ്പ് ചെയ്തിട്ട് കൊടുക്കാം. പെട്ടെന്ന് അങ്ങ് ഇളകി വരും. നമ്മൾ ഓയിലൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ പാത്രത്തിൽ നിന്ന് പെട്ടെന്ന് വിട്ട് കിട്ടും. ഇനി ചെറുതായിട്ടൊന്ന് ചൂട് പോയതിന് ശേഷം മാത്രം ഒന്ന് കട്ട് ചെയ്യുക. അതല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ചേർത്തിട്ടുള്ള ആ ഒരു സവാളയും ക്യാപ്സിക്കും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒന്ന് ചൂട് പോയതിന് ശേഷം കട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഈ ഒരു രീതിയിൽ നീളത്തിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കാം. നമ്മളിത് ഫിംഗേഴ്സിൻ്റെ ഒരു ഷേപ്പിലാണ് നമ്മൾ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് എടുക്കുക.
ഇതെല്ലാം തന്നെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മളിപ്പോൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഒരു മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും ഒരു മിക്സ് ഉണ്ടല്ലോ, അതിനകത്ത് ഇത് നല്ലപോലെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡ് ക്രംസിനകത്ത് ഇത് കോട്ട് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് കിട്ടണം. നല്ലപോലെ കിട്ടുന്നില്ലെങ്കിൽ ഒന്നുകൂടെ നമുക്ക് ആ ഒരു മൈദയുടെയും കോൺഫ്ലവറിൻ്റെയും മിക്സിൽ വെച്ചിട്ട് ഡിപ്പ് ചെയ്ത് വീണ്ടും ബ്രെഡ് ക്രംസിനകത്ത് കോട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഞാൻ അവിടെ അതുപോലെ കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനിതവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള ഓയിൽ ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഓയിലിൻ്റെ ചൂട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ, കാരണം ഒരുപാടൊന്നും ചൂടാവരുത്, പെട്ടെന്ന് കരിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതെല്ലാം തന്നെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. കാരണം ഈ ഒരു ബ്രെഡ് ക്രംസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വലിയ തീയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോവുകയാണ് ചെയ്യുക. അപ്പോൾ തീ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക. ഒരു വശം ഒരു ലൈറ്റ് ഗോൾഡ് കളറാവുന്ന സമയത്ത് നമുക്കിതിനെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. അത് നമ്മുടെ ഫസ്റ്റ് ബാച്ച് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒട്ടും തന്നെ ഓയിലൊന്നും കുടിക്കില്ല കേട്ടോ. ഓയിൽ ഒട്ടും തന്നെ കുടിക്കാതെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള എഗ് ഫിംഗേഴ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, വളരെ എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ കൂടെ നമുക്ക് എന്തെങ്കിലും ടൈപ്പുള്ള ചട്നികളോ അതല്ലെങ്കിൽ നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിയിലൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൂടെ കൊടുക്കുക. അപ്പോൾ ഇനി നമുക്ക് വീണ്ടും നല്ല റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക്